ടി പി പ്രശാന്ത് നമുക്കൊപ്പമുണ്ട്. ടി പി പ്രശാന്ത്, ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കാമെന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ നാലമ്പല യാത്ര, കേരളത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ നാലമ്പല യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ പ്രശാന്ത് നിൽക്കുന്ന രാമപുരം ശ്രീരാമക്ഷേത്രം. ആ ക്ഷേത്രത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങൾ അത് കൂടുതൽ ദേശീയ ശ്രദ്ധയിലേക്ക് വരികയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ. അതിൽ കൂടി പ്രതികരണം തേടാമെന്ന് കരുതുന്നു. എന്തായാലും പ്രധാനമന്ത്രി രാമക്ഷേത്രങ്ങളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം തന്നെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അല്ല, പ്രധാനമന്ത്രി അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ കേരളത്തിലെ നാലമ്പല ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കർക്കിടക മാസം മുഴുവൻ രാമായണ മാസം ആചരിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ഈ രാമപുരത്തെ നാലമ്പല ദർശനവും വലിയൊരു തീർത്ഥാടന സർക്യൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് അയോധ്യ മാറും എന്നുള്ളതിൽ സംശയമില്ല. ഈ നാലമ്പല ദർശനവും കേരളത്തിൽ വലിയൊരു തീർത്ഥാടക സർക്യൂട്ടായിട്ട് മാറും. പ്രത്യേകിച്ചും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ടി പി പ്രശാന്താണ് ഇപ്പോൾ രാമപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആരൊക്കെ എത്തിയിട്ടുണ്ട് പ്രശാന്ത്? എന്തൊക്കെ ഒരുക്കങ്ങളാണ് രാമപുരത്തെ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനൊപ്പം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും ഭജനെല്ലാം തന്നെ കോർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഒരു ഭജൻ ആണ് ആദ്യം നടക്കുക. അതിനുശേഷമായിരിക്കും അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം തന്നെ പ്രധാനമായിട്ടും ഇവിടെ തത്സമയം സംപ്രേക്ഷണം ചെയ്യും. സംപ്രേക്ഷണം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇവിടെ ശ്രീകോവിൽ അടച്ചിടും. തുടർന്ന് ദീപാരാധന അടക്കമുള്ള ചടങ്ങുകളും ഇവിടെ നടത്തും. എന്തായാലും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെ അല്പസമയം ഇവിടേക്ക് എത്തിച്ചേരും. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ ഉള്ളത് രാമപുരത്താണ്. അദ്ദേഹം രാമപുരത്ത് ഈ പരിപാടി കഴിയുന്നതുവരെ പൂർണ്ണമായും ഇവിടെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ അടക്കമുള്ളവരുണ്ട്, ഒപ്പം സോബിലാൽ അടക്കമുള്ളവരുണ്ട്. അങ്ങനെ ഇവിടുത്തെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഒരു വലിയ ഭജൻ അല്ലെങ്കിൽ നാമജപ ആലാപനം ഇവിടെ ഉണ്ടാകും, നാമജപം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ ഇവിടുത്തെ അയോധ്യയിലെ ചടങ്ങുകളിൽ തന്നെ തത്സമയം സംപ്രേഷണം ചെയ്യുക. എന്തായാലും ഇവിടെ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ സ്റ്റേജിൽ പ്രത്യേകം ഒരു സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നിരവധി പേർ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഭാഗവതമടക്കമുള്ള രാമചരിതമടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇവിടെ പുരോഗമിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നാമജപം അടക്കമുള്ള ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കും. ഓക്കെ, ടി പി പ്രശാന്ത് ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പലങ്ങളിൽ ഒന്നിലാണ്. രാമപുരം, കൂടപ്പുലം, അമനകര, മേദിരി എന്നീ സ്ഥലങ്ങളിലായാണ് കോട്ടയം ജില്ലയിൽ രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ ഈ നാലമ്പലവും ദേശീയ ശ്രദ്ധയിലേക്ക് വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്നു. ഇവിടേക്കും കൂടുതൽ ആളുകൾ പുറത്തുനിന്നൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക, അതാണ് നാലമ്പല ദർശനം എന്നതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് അയോധ്യയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. RSS മേധാവി മോഹൻ ഭാഗവത് അവിടെ എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് 121 ആചാര്യന്മാരാണ്. 12:20 അഭിജിത് മുഹൂർത്തത്തിലാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. തത്സമയം പ്രേക്ഷകർക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ വിശദമായി തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും അവിടെ നടക്കുന്ന ചടങ്ങുകളും സംസ്ഥാനത്തും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും നടക്കുന്ന പരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൂജകളും ഒക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടറും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.